ഷാലോം ഷാലോം ഷാലോം. ഇത് ഡാനിയൽ ഫിലിപ്പാണ് സംസാരിക്കുന്നത്. ആഫ്രിക്ക യാത്രയുടെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഡിസംബർ 1 തീയതി രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഗേറ്റ് നമ്പർ 7 എയർ അറേബ്യയുടെ എൻഡബേയിലോട്ടുള്ള ഫ്ലൈറ്റ് വരുന്നുണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നു. നേരെ ക്യൂവിൽ പോയി നിന്നു. നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പോയി നിന്നത്. എൻ്റെ വിസ ചെക്ക് ചെയ്തു, എൻ്റെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തു. നമ്മൾ അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അവർ ചെക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് കടന്നു. വിൻഡോയിലൂടെ ലഗേജൊക്കെ ഫീഡ് ചെയ്യുന്നത് വളരെ രസകരമായിട്ട് ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് ടൈം വന്നപ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ടായി. നേരെ എയർ ടണൽ വഴി നമ്മൾ നേരെ അകത്തോട്ട് ഫ്ലൈറ്റിനകത്തോട്ട് കയറുകയാണ്. ഇത് വളരെ നീളമുള്ള ഒരു എയർ ടണലായിരുന്നു. നേരെ അകത്തോട്ട് കയറി. ഈ പ്രാവശ്യം വിൻഡോ സീറ്റ് തന്നെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അനൗൺസ്മെന്റുകൾ ഗംഭീരമായിട്ട് നടക്കുന്നു. എത്ര ഹൈറ്റിലൂടെ പറക്കും, എത്ര ദൂരം പറക്കും, എത്ര സമയം പറക്കും എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് നേരെ പതുക്കെ ബാക്കോട്ട് എടുത്തു. എയർ ഹോസ്റ്റസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നുകൊണ്ട് പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ റിവേഴ്സ് എടുത്ത് നേരെ പോയി ട്രാക്കിൽ പോയി നിന്നു. വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഇപ്രാവശ്യം ഞാൻ കണ്ടത്. നേരെ നോക്കിയപ്പോൾ ഫ്ലൈറ്റുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് മുമ്പ് 3 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. നേരത്തെ ഒരെണ്ണം ഇപ്പോൾ പറന്നു പൊങ്ങി. അടുത്തത് പറക്കാനായിട്ട് ഈ ടേക്ക് ഓഫ് ട്രാക്കിലേക്ക് നേരെ വന്ന് പ്ലേസ് ചെയ്ത് അടുത്ത് അതും പറന്നു പൊങ്ങിയിരിക്കുന്നു. 1 മിനിറ്റ് പോലും ഗ്യാപ്പില്ലാതെ വളരെ തിരക്കുള്ള, വളരെ റഷുള്ള ഒരു എയർപോർട്ടാണ് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഓരോ ഫ്ലൈറ്റ്, നമ്മുടെ പിന്നാലെയും ഫ്ലൈറ്റുകളുണ്ട്. ഫ്ലൈറ്റുകൾ ഓരോ മിനിറ്റിന് പറന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടാണ്. ഇതിങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ഫ്ലൈറ്റുകൾ ക്യൂ നിന്ന് പറന്നു പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സഞ്ചരിക്കുന്ന ഈ ഫ്ലൈറ്റും നേരെ ഇപ്പോൾ ടേക്ക് ഓഫ് ട്രാക്കിലേക്ക് വന്നു പ്ലേസ് ആയിട്ടുണ്ട്. നേരെ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പറന്നു പൊങ്ങി അടുത്ത ഒരു 5-5.5 മണിക്കൂർ നേരത്തെ ഒരു യാത്രയാണ്. പല രാജ്യങ്ങൾ കടന്ന് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലോട്ട് പറന്ന് ഇറങ്ങാൻ പോവുകയാണ്. ടേക്ക് ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. ആ പുള്ളിങ്ങും ആ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫീലൊക്കെ. താഴത്ത് ഷാർജ പട്ടണത്തിൻ്റെ ബിൽഡിങ്ങുകൾ, കൺസ്ട്രക്ഷൻസൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം. ആ പട്ടണത്തിൽ നിന്ന് പറന്ന് പൊങ്ങി നേരെ മേഘങ്ങൾക്കിടയിലൂടെ കടലൊക്കെ കടന്ന് മുകളിലോട്ട് പോവുകയാണ്. കുറച്ചങ്ങോട്ട് കടന്നപ്പോൾ അറേബ്യയുടെ മരുഭൂമിയുടെ ഒക്കെ ഭാഗങ്ങളൊക്കെ താഴത്ത് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ പച്ചപ്പായി. പലതരം ഭൂപ്രകൃതിയൊക്കെ കാണാമായിരുന്നു. 5 മണിക്കൂർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് കുലുങ്ങുകയും ചാടുകയും ഒക്കെ ചെയ്തു. ഫ്ലൈറ്റിലുള്ളവർ ആളുകളൊക്കെ കൂക്കി വിളിക്കുകയൊക്കെ ചെയ്ത് ബഹളമൊക്കെ ആയി. രസകരമായി. ഞാൻ ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ ദുബായിൽ നിന്ന്, ഷാർജയിൽ നിന്ന് പറന്ന നമ്മുടെ ഫ്ലൈറ്റ് യുഗാണ്ട രാജ്യത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു. ഇനി താഴെ ലാൻഡ് ചെയ്യാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. മേഘങ്ങൾക്കിടയിൽ നിന്ന് താഴോട്ട് വന്നു. ഫ്ലൈറ്റ് വീണ്ടും ബാലൻസ്ഡായി. താഴത്ത് യുഗാണ്ട രാജ്യത്തിൻ്റെ ലാൻഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോയി ഇറങ്ങാൻ പോകുന്ന എയർപോർട്ട് എൻഡബേ എയർപോർട്ടാണ്. എൻഡബേ എയർപോർട്ടിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പോയി ഇറങ്ങാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻഡബേ എയർപോർട്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു എയർപോർട്ടാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും റിസ്ക് എലമെൻ്റ് ഉണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ തണ്ടർബോൾട്ട് നടന്ന, അല്ലെങ്കിൽ എൻഡബേ റെയ്ഡ് എന്നറിയപ്പെടുന്ന സംഭവം നടന്ന എയർപോർട്ടിലേക്കാണ് നമ്മൾ പോയി ഇറങ്ങാൻ പോകുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1976 ഇസ്രായേലിൽ നിന്ന് പറന്ന ഒരു വിമാനം കുറച്ച് തീവ്രവാദികൾ തട്ടിയെടുക്കുകയും അത് നേരെ ഈ എൻഡബേ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനകത്ത് 102 ഇസ്രായേലി യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. തീവ്രവാദികൾ പറഞ്ഞു അവരുടെ 50-ലധികം തീവ്രവാദികളെ ഇസ്രായേൽ തടവിലാക്കിയിരുന്നു. അവരെ വിട്ടയക്കുകയാണെങ്കിൽ ഈ യാത്രക്കാരെ വിട്ടയക്കാം എന്ന് പറയുകയൊക്കെ ചെയ്തു. ഇസ്രായേൽ ഗവൺമെൻറ് അതിന് കുറേ കോംപ്രമൈസിനൊക്കെ ശ്രമിച്ചെങ്കിലും അവർ അതിന് തയ്യാറായില്ല. ആ സമയത്ത് യുഗാണ്ട ഭരിച്ചുകൊണ്ടിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഇഡി അമീൻ ഡാഡ ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വളരെയധികം നിഷ്കരുണം ആളുകളെ കൊന്നൊടുക്കുകയും അദ്ദേഹത്തിനെതിരെങ്കിലും സംസാരിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, സ്ത്രീകളെ വളരെ ക്രൂരമായി ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും അവരുടെ മാംസം പച്ചയ്ക്ക് തിന്നുകയും ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്ന പോലെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹം ഭരിച്ചിരുന്ന യുഗാണ്ട സമയത്താണ് ഈ സംഭവം നടക്കുന്നത്.
താഴത്ത് ലേക്ക് വിക്ടോറിയ നമുക്ക് വിൻഡോയിലൂടെ കാണാൻ പറ്റും. നമ്മുടെ എയർപോർട്ടിന് തൊട്ട് ചേർന്നാണ് ആ ലേക്ക് വരുന്നത്. നമ്മൾ പോയി ഇറങ്ങാൻ പോകുന്നത് ആ എൻഡബേ എയർപോർട്ട്, അതേ സംഭവം നടന്ന എൻഡബേ എയർപോർട്ടിലേക്കാണ്. നമ്മൾ കറക്റ്റ് വളരെ സേഫായിട്ട് 5-5.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം യുഗാണ്ടയുടെ എൻഡബേ എന്ന് പറയുന്ന എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഈ എയർപോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഈ ട്രാക്കിൽ നിന്ന് കുറച്ചധികം ദൂരെയാണ് ടെർമിനൽ. അങ്ങ് ദൂരെ നമുക്ക് ടെർമിനൽ കാണാൻ പറ്റും. ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഈ സ്ഥലത്ത്. ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റ് അങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ്. ഒരു കാറ് പോകുന്ന പോലെ ഫ്ലൈറ്റ് ഇങ്ങനെ പതുക്കെ അങ്ങനെ അങ്ങോട്ട് വീണ്ടും യാത്ര ചെയ്യാറുണ്ട്. ഇവിടെ വന്ന് ഇറങ്ങിയ ഇഡി അമീൻ പറഞ്ഞു അദ്ദേഹം ഇത് കോംപ്രമൈസ് ചെയ്യാം, ഈ ആളുകളെ വിട്ടയക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീടാണ് ഇസ്രായേലി ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചത് ഇഡി അമീൻ വെറും ഷോ ഓഫ് കാണിക്കുകയും പുള്ളി ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പുള്ളി സത്യം പറഞ്ഞാൽ ഏകദേശം 100-ലധികം പുള്ളിയുടെ പട്ടാളക്കാരെയും കൂടെ ഈ തീവ്രവാദികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇസ്രായേലിനോട് വളരെ കടുത്ത വിദ്വേഷം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പട്ടാളം അന്ന് രാത്രി ചെയ്ത സംഭവം ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇഡി അമീൻ യാത്ര ചെയ്തിരുന്ന മെഴ്സിഡീസ് ബെൻസിൻ്റെ പ്രസിഡൻഷ്യൽ കാറ് ഇമിറ്റേറ്റ് ചെയ്ത് അവർ കാറ് ഉണ്ടാക്കി. ആ കാറ് കൊണ്ട് 4000-ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് 4 കാർഗോ മിലിറ്ററി കാർഗോ ഫ്ലൈറ്റ് പറന്ന് വന്ന് ഈ എൻഡബേ എയർപോർട്ടിൽ അവർ വന്ന് ലാൻഡ് ചെയ്തു. വളരെയധികം റിസ്കി എലമെൻ്റ് ഉണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ. നിങ്ങൾ ചുമ്മാ യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കുറേ വീഡിയോസൊക്കെ. അവർ വന്ന് 30 മിനിറ്റിനകം 7 തീവ്രവാദികളെയും 45 യുഗാണ്ടൻ പട്ടാളക്കാരെയും കൊന്നുകളഞ്ഞു. ഈ എയർപോർട്ടിൽ ആയുധമുള്ള മറ്റാരും തൻ്റെ ഓപ്പോസിറ്റിലില്ല എന്ന 30 മിനിറ്റ് കൊണ്ട് തീർച്ചയാക്കി. അടുത്ത 23 മിനിറ്റിനകം ഈ എൻഡബേ എയർപോർട്ടിലുണ്ടായിരുന്ന സകല ഇസ്രായേലി യാത്രാ തടവുകാരെയും അവർ ഫ്ലൈറ്റിനകത്ത് കയറ്റി, ഈ കാർഗോ ഫ്ലൈറ്റിനകത്ത് കയറ്റി അവർ തിരിച്ച് 53-ാമത്തെ മിനിറ്റിൽ പറന്നുപോയി എന്നുള്ളതാണ്. അവർ വന്നത് 4 എണ്ണമാണെന്നാണ് ബ്രിട്ടാനിക്ക പറയുന്നത്. ബ്രിട്ടാനിക്കയുടെ പറയുന്ന അവരുടെ കൂടെ 4 കാർഗോ വിമാനങ്ങളും ഫാൻറ്റം ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ബ്രിട്ടാനിക്ക പറയുന്നത്. ഇസ്രായേൽ പറയുന്നത് 4 കാർഗോയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ വെബ്സൈറ്റിൽ കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഈ യുഗാണ്ടയിലെ ഒരു അപ്പച്ചനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒത്തിരി വിമാനങ്ങളുണ്ടായിരുന്നു, അടുക്കടുക്കി വെച്ച പോലെ ആയിരുന്നു ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ വന്നത്. താഴത്ത് നോക്കുമ്പോൾ ഒരു വിമാനമായിട്ട് തോന്നും, പക്ഷേ എയർപോർട്ടിൻ്റെ റഡാറിൽ അടുക്കി വെച്ച പോലെ വിമാനങ്ങളായിരുന്നു എന്നൊക്കെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒന്നും നടന്നില്ലെങ്കിൽ യുഗാണ്ട രാജ്യം മുഴുവൻ കത്തിച്ച് കളയാനുള്ള സൈന്യവുമായിട്ടാണ് ഇസ്രായേൽ വന്നത്, തങ്ങളുടെ പൗരന്മാരെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ദൂരെ നമുക്ക് വിൻഡോയിലൂടെ ആ ടണൽ എയർപോർട്ടിലേക്ക് ഫിറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. അങ്ങനെ നേരെ നമ്മൾ ഇതിലൂടെ കടന്ന് എൻഡബേ എയർപോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇഡി അമീൻ വളരെയധികം പ്രകോപിതനായ ഒരു സംഭവമാണ്. ഈ എയർപോർട്ടിൽ ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ്. ഈ ക്യൂവിന് ശേഷം നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ ലഗേജിൻ്റെ ഏരിയയിലോട്ട് വന്നു. ലഗേജിൻ്റെ ഏരിയയിൽ നിന്ന് ലഗേജ് ഒക്കെ കളക്ട് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒത്തിരി ലഗേജസ് വന്നും പൊക്കോണ്ടിരുന്നു. മറ്റേ സംഭവത്തിൻ്റെ അവസാന ഭാഗം കൂടെ പറയാം. ഒരാൾ പോലും കൊല്ലപ്പെടാതെ 102 പേരെയും ജീവനോടെ ഒരു പട്ടാളക്കാരൻ മാത്രം, യോനാഥാൻ നെതന്യാഹു എന്ന് പറയുന്നു, ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന ഭരണാധികാരിയായ നെതന്യാഹുവിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാത്രം കൊല്ലപ്പെട്ട് അത്രയും സക്സസ്ഫുള്ളായ ഒരു ഓപ്പറേഷൻ നടന്ന ഒരു എയർപോർട്ടിൽ നിൽക്കാൻ വളരെയധികം ഒരു യഹൂദൻ്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് അഭിമാനം തോന്നി.
ലഗേജ്, എൻ്റെ ഫസ്റ്റ് ലഗേജ് ബാഗ് വന്നു. രണ്ടാമത്തെ ലഗേജ് ബാഗും കൂടെ ഞാൻ റിസീവ് ചെയ്തു. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന പോലെ ഒരു പരിപാടി വീണ്ടും കണ്ടു. ഒരു സ്കാൻ ചെയ്യുന്നത്. കാരണം ഇവിടെ ഉള്ള ഒട്ടുമിക്ക പേരുടെ കയ്യിലും ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വീണ്ടും സ്കാനിങ്ങുകൾ പല പ്രാവശ്യം പല സ്ഥലത്തൊക്കെ സ്കാൻ ചെയ്യുകയും വെയിറ്റ് നോക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. അങ്ങനെ ആ വെയിറ്റൊക്കെ നോക്കി പുറത്തിറങ്ങി നേരെ ഒരു സിം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ പാസ്പോർട്ട് കൊടുത്താൽ എയർടെല്ലിൻ്റെയോ MTNൻ്റെയോ സിം നമുക്ക് കിട്ടും. അങ്ങനെ എയർടെല്ലിൻ്റെ കൗണ്ടറിൽ പോയി 60,000 ഷില്ലിങ്സ് ആണ് ഒരു മാസത്തെ പാക്കേജിന്. 2,000 ഷില്ലിങ്സ് കൊടുത്താൽ നമുക്ക് സിം കിട്ടും. അങ്ങനെ 62,000 ഷില്ലിങ്സ് കൊടുത്ത് ഞാൻ സിം വാങ്ങി. നമ്മുടെ ലഗേജ് കാറിനകത്തോട്ട് വെച്ചു. നമ്മുടെ ഡ്രൈവറിൻ്റെ പേര് പീറ്റർ എന്നാണ്. നമ്മുടെ പീറ്റർ ബ്രോൻ്റെ കാറിനകത്തോട്ട് കയറി. പുള്ളി വളരെ കാണാൻ മുരടനാണെങ്കിലും വളരെ പൊളൈറ്റായിട്ടുള്ള വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരാളാണ് എന്നെനിക്ക് തോന്നി. നല്ലൊരു കാറ്, വളരെ കംഫർട്ടബിളായി ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കാശൊക്കെ മാറ്റി. പേടിക്കണ്ട, നമ്മുടെ കാശ് ഇച്ചിരി ഉണ്ടെങ്കിൽ ഇവിടെ കോടീശ്വരനാകാം എന്ന് മനസ്സിലാക്കിയാൽ മതി. ചുമ്മാ കൺവേർഷൻ റേറ്റ് ഗൂഗിളിൽ അടിച്ചാൽ കാണാം. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾക്ക് യാത്ര ചെയ്യാനുള്ള, നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. ഇങ്ങനെ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ലേക്ക് വിക്ടോറിയ ഒക്കെ കാണാം. എൻ്റെ ബേയിൽ നിന്ന് നേരെ ഞാൻ യാത്ര ചെയ്ത് പോയത് കമ്പാല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. പോകുന്ന യാത്ര വളരെ രസകരമായിരുന്നു. വളരെ ഡെവലപ്ഡായിട്ട് തോന്നുന്ന റോഡുകളും പക്ഷേ അത്ര വലിയ നഗരപ്രൗഢിയൊന്നും ഇല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ ഉള്ള നല്ല റോഡും വളരെ കാമായിട്ടുള്ള ഒരു കാലാവസ്ഥയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ആളുകൾ കുറേ എന്നെ പേടിപ്പിച്ചായിരുന്നു. ആഫ്രിക്ക ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യുഗാണ്ട അത്ര വലിയ ചൂടൊന്നും ഉള്ള സ്ഥലമല്ല. കേരളത്തിൻ്റെ പോലെ തന്നെയുള്ള ക്ലൈമറ്റ് തന്നെ ആണ് ഇവിടെയും ഉള്ളത്. നേരെ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് കമ്പാല എന്ന് പറയുന്ന വളരെ വലിയൊരു പട്ടണം, ഒരു സിറ്റിയാണ് കമ്പാല എന്ന് പറയുന്നത്. അങ്ങോട്ട് എൻഡബേ എയർപോർട്ടിൽ നിന്ന് നേരെ യാത്ര ചെയ്തു. ഏകദേശം 1 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു ഈ യാത്ര. എക്സ്പ്രസ് ഹൈവേയിലൂടെ ഞങ്ങളിങ്ങനെ അടിച്ച് വിട്ട് പോയി. എന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴേക്കും പുള്ളി മീൻകറിയും ചോറും ഒക്കെ എന്തൊക്കെയാണ് കഴിച്ചത്. എന്നോട് പറഞ്ഞിരുന്നത് ബീഫ് കഴിക്കുക, അതാണ് തൽക്കാലം കഴിക്കാൻ പറ്റുന്നൊരു സാധനം എന്നാണ്. പക്ഷേ ഇതൊരുമാതിരി പച്ച ബീഫിനകത്ത് തക്കാളി ഇട്ട് പുഴുങ്ങി വെച്ച പരുവമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് പിന്നീട് ഞാൻ പറയാം. ഒരുമാതിരി വായിൽ പച്ച ഇറച്ചി തിന്ന ഒരു പരുവമായിരുന്നു. ഡ്രൈവർ ബാഗ് ഒരിക്കലും ബാക്കിൽ തൂക്കരുത്, ഫ്രണ്ടിൽ തൂക്കണം, ബാക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉഗാണ്ടയിൽ എങ്ങനെ യാത്ര ചെയ്യണം എന്നൊക്കെ പുള്ളി ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ തലയിൽ അതൊന്നും കയറിയില്ല. എൻ്റെ വായിലെ പച്ചയിറച്ചിയുടെ ആ ടേസ്റ്റ് കുത്തി ഇളക്കിക്കൊണ്ട് 2 പേരും കൂടെ ഇങ്ങനെ അന്തം വിട്ട് റോഡിലോട്ട് നോക്കിയിരുന്നു. എൻഡബേ എയർപോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ഒരു ചാറൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ചാറൽ മഴയ്ക്കൊക്കെ പെട്ടെന്ന് മാറി സാധാരണ കാലാവസ്ഥയിലോട്ട് വന്നു. നേരെ കമ്പാല സിറ്റി എത്തിയിട്ടുണ്ട് നമ്മൾ. കമ്പാലയിൽ നിന്ന് ഞാൻ ഈ കാറിലല്ല പോകുന്നത്. കമ്പാലയിൽ നിന്ന് ഞാൻ വേറൊരു വണ്ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ആ വണ്ടിയിലാണ് പോകുന്നത്. സോ എൻ്റെ ബേയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കമ്പാലയിൽ എത്തിയിട്ടുണ്ട്. കമ്പാലയിൽ ഓൾഡ് ടാക്സി പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരു 100,000 ടാക്സി കാറുകൾ, വാനുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ എനിക്ക് പോകാനുള്ള ടാക്സിയിലെ ആളോട് പോയി സംസാരിച്ച് അതിലൊരു പയ്യനെ എൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പോയി. ആ പയ്യൻ വന്നു. എൻ്റെ ലഗേജൊക്കെ അവനെടുത്തുകൊണ്ട് നേരെ ടാക്സി നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സൈഡിലൊക്കെ ഗ്രാസ് ഓപ്പറൊക്കെ വിൽക്കുന്നത് കാണാം. ഒത്തിരി തിന്നാനുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കാണാം. അങ്ങനെ ടാക്സിയിലെത്തി. ടാക്സി എനിക്ക് പോകേണ്ടത് കയുങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. 11,000 ഷില്ലിങ്സ്, 11,000 ഷില്ലിങ്സ് ടാക്സിയും 5,000 ഷില്ലിങ്സ് ലഗേജിനുമാണ് കൊടുത്തത്.
അപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഗ്രാസ് ഹോപ്പർ പച്ചപ്പുൽച്ചാടിയുടെ വറുത്ത ഫ്രൈ ഒക്കെ ആയിട്ട് വന്നു. ഞാനത് പിന്നെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് എന്തായാലും ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ യാത്ര തുടർന്നു. ഏകദേശം ടാക്സി കാർ മൊത്തം ആളുണ്ടായിരുന്നു. കമ്പാലയിൽ നിന്ന് ഏകദേശം 5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് കയുങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോഴത്തേക്ക് സൂര്യനൊക്കെ അസ്തമിച്ച് രാത്രിയായി. കയുങ്ക ഒരു ചെറിയൊരു ടൗണാണ്, സിറ്റിയല്ല, ഒരു ടൗൺ ആണെന്ന് പറയാം. നമ്മുടെ ടാക്സി ചേട്ടൻ നമ്മളവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് എന്നോട് നമ്മുടെ വിശാഖ് ബ്രദർ, ഇവിടെ ഉള്ള നമ്മുടെ ബ്രദർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഗുജറാത്തിയുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് എനിക്ക് അടയാളം പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്ത് ഇരുന്ന് ഒരു ബോട്ടിൽ 1/2 ലിറ്ററിൻ്റെ വെള്ളമൊക്കെ വാങ്ങി. 500 ഷില്ലിങ്സ് ആണ് ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വെള്ളത്തിന് വില. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശാഖ് ബ്രദർ കാറും കൊണ്ട് വന്നു. വളരെ റഷായിട്ടുള്ള റോഡുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മണ്ണ് റോഡിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ മൊത്തം മണ്ണ് റോഡാണ്. ഏകദേശം 1/2 മണിക്കൂറോളം ദൂരം കയുങ്കയിൽ നിന്ന് നച്ചസ എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിനകത്തേക്ക് മണ്ണ് റോഡിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയും ഉഗാണ്ടൻ വിശേഷങ്ങൾ തുടരും. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ, സീ യു ആൾ സൂൺ.